ഞങ്ങൾ രാവിലെ തന്നെ ഈ ബസ്സിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത് എറണാകുളത്തേക്കാണ്. കാരണം ഇപ്പൊ അവധിയൊക്കെയാണ്, അപ്പൊ ഇന്റേൺഷിപ്പും കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പൊ എന്തായാലും ഞങ്ങളുടെ ഇന്റേൺഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന ഇന്നാണ്. അപ്പൊ ഇന്ന് തന്നെ അവിടെ ജോയിൻ ചെയ്യണം. അപ്പൊ ഞങ്ങൾ എറണാകുളത്ത് നിന്ന് നേരെ NGO ക്വാർട്ടേഴ്സ് ജംഗ്ഷൻ അങ്ങോട്ടേക്ക് വന്നു. ഇവിടാണ് ഞങ്ങൾക്ക് നിൽക്കാൻ വേണ്ടിയുള്ള സ്റ്റേ ബുക്ക് ചെയ്തേക്കുന്നത്. പിന്നെ ഇതാണ് ഞങ്ങൾ ബുക്ക് ചെയ്തേക്കുന്ന മുറി. കുഴപ്പമില്ലാത്തൊരു നല്ല മുറി തന്നെയായിരുന്നു. പിന്നെ ഒരു മാസം ഇവിടെ നിൽക്കണമല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് ഒരു ചെറിയൊരു വിഷമം. പിന്നെ ഞങ്ങൾ റൂമിൽ സാധനം വെച്ചിട്ട് ഉടനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. കാരണം ഞങ്ങൾക്ക് 9 മണിയാകുമ്പോൾ അവിടെ കമ്പനി ചെല്ലാൻ ആളാണ്. ഇപ്പം തന്നെ 8:30 പിന്നെ ഞങ്ങൾ നേരെ ഉബർ പിടിച്ചിട്ട് നേരെ കറക്റ്റ് ടൈം ആയപ്പോഴത്തേക്ക് അവിടെ ചെന്നു. അപ്പൊ എന്തായാലും ഞങ്ങൾ ഇന്റേൺഷിപ്പിന് വന്ന കമ്പനി ശാസ്ത്ര റോബോട്ടിക്സ് എന്ന കമ്പനിയാണ്. ഇത് റോബോട്ടിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കമ്പനി തന്നെയാണ്. പിന്നെ അവിടെ പ്രൈവസി ഇഷ്യൂസ് കാരണം വീഡിയോസ് ഒന്നും എടുക്കലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ഒന്നും എടുക്കാഞ്ഞത്. പിന്നെ ഞങ്ങളുടെ വർക്കിംഗ് ടൈം എന്ന് പറഞ്ഞാൽ രാവിലെ 9 മണി തൊട്ട് വൈകിട്ട് 6 മണി വരെയായിരുന്നു. ഫസ്റ്റ് ഡേ ആയിട്ട് ഞങ്ങൾ കുറെ കാര്യങ്ങൾ പഠിക്കാനൊക്കെ തന്നു. അത് പഠിച്ചുകൊണ്ട് നാളെ ചെല്ലണമെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ കമ്പനിയിൽ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഞങ്ങളെ അശ്വം വിളിച്ചത്. കാരണം അവൻ ഞങ്ങളുടെ തൊട്ടടുത്ത് തന്നെ വേറൊരു കമ്പനിയിൽ ഇന്റേൺഷിപ്പിന് കയറിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എന്തായാലും കൊച്ചി വന്നല്ലേ, എല്ലാവർക്കും ഒരുമിച്ച് കൊച്ചി ഇറങ്ങാൻ വേണ്ടി ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പൊ എന്തായാലും ഞങ്ങൾ ആദ്യം തന്നെ നേരെ മെട്രോ കയറി നേരെ മറൈൻ ഡ്രൈവിലേക്ക് വിടാമെന്ന് വിചാരിച്ചു. പിന്നെ കറക്റ്റ് എവിടെ പോകാൻ ഇറങ്ങിയാലും കാണൂലേ ഈ കോപ്പിലെ മഴ. അത്രയും നേരം മഴയില്ലായിരുന്നു. ഞങ്ങൾ കറക്റ്റ് ഇറങ്ങി നടക്കാൻ പോയപ്പോൾ തന്നെ മഴ വന്നു. പിന്നെ മഴയൊക്കെ തോന്നി കഴിഞ്ഞാൽ നമ്മൾ നടന്ന് നേരെ ബ്രോഡ്വേയിലെത്തി. സത്യം പറഞ്ഞാൽ ഞാൻ ഈ സൈഡിലോട്ടൊക്കെ ആദ്യമായിട്ടാണ് വരുന്നത്. പിന്നെ എന്തായാലും ഇവിടെ കൂടെ നടക്കാനൊക്കെ നല്ല രസമാണ്. പിന്നെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ നടന്ന് നേരെ മറൈൻ ഡ്രൈവിലെത്തി. പിന്നെ അങ്ങനെ അവിടെ ഇച്ചിരി നേരം കിടന്ന് കറങ്ങിയിട്ട് നമ്മൾ അവിടെ നിന്ന് നേരെ ലുലു മോളിലേക്ക് വിട്ട്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ നിന്ന് ഫുഡ് വാങ്ങിച്ച് കഴിച്ചിട്ട് പോകാൻ കരുതിയാണ് വന്നത്. പക്ഷെ സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ എല്ലാവരുടെ മനസ്സ് മന്തി കഴിക്കാൻ വേണ്ടിയായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ പിന്നെ ഒറ്റ മൈൻഡ് പിടിച്ച് മന്തി കഴിക്കാൻ വേണ്ടി നേരെ ലുലു മോളിൽ നിന്ന് ഇറങ്ങി. പിന്നെ അങ്ങനെ ഞങ്ങൾ നേരെ പിന്നെ മെട്രോ പിടിച്ചിട്ട് അശ്വം പറഞ്ഞിട്ട് നമ്മൾ നേരെ സൂഫി മന്തി വന്നു. അങ്ങനെ ഞങ്ങൾ മന്തിയും കഴിച്ചിട്ട് നേരെ അശ്വനോട് ടാറ്റയും പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ റൂമിലേക്ക് വിട്ട്.